ചെന്നു. ആ ബുള്ളീസ് ആകട്ടെ ഫെലിക്സിനെ തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുകയായിരുന്നു. ലാൻസ് എന്ന വിദ്യാർത്ഥിയായിരുന്നു അവരിലൊരാൾ. ലാൻസ് അലക്സ് വരുന്നത് ശ്രദ്ധിക്കുകയും പിന്മാറുന്നതിനു പകരം അവനെ നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. പക്ഷേ സുഹൃത്തിനെ സംരക്ഷിക്കാൻ ഉറച്ച് അലക്സ് എഴുന്നേറ്റു. അതോടെ അവിടെ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ആ തർക്കം പെട്ടെന്ന് വഷളാവുകയും ഒടുവിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് അവർക്ക് പോകേണ്ടി വരികയും ചെയ്തു. സ്കൂളിലെ കർക്കശക്കാരിയായ അഡ്മിനിസ്ട്രേറ്റർ മിസ് ലീ അലക്സിനെ ശാസിച്ചു. ഇനിയൊരു വഴക്കുണ്ടായാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. അടുത്ത ദിവസം ലാൻസിനും അവന്റെ കൂട്ടാളി കേക്കുമൊപ്പം അലക്സിനും ഒരു സ്വഭാവ രൂപീകരണ സെഷനിൽ പങ്കെടുക്കാൻ നിർദ്ദേശം ലഭിച്ചിരുന്നു. മുന്നറിയിപ്പുണ്ടായിട്ടും സെഷന് ശേഷം പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച 2 ബുള്ളീസ് അവനെ പിന്തുടർന്നപ്പോ പ്രശ്നങ്ങൾ വീണ്ടും അവനെ തേടി എത്തുകയായിരുന്നു. രക്ഷപ്പെടാൻ അവൻ ഓടിമാറി. പരിചയമില്ലാത്ത തെരുവുകളിലൂടെ അവൻ ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അലക്സ് പണി പൂർത്തിയാകാത്ത നിർമ്മാണ സ്ഥലത്തെത്തിച്ചേർന്നു. പിന്തുടരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ അവൻ ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന അപകടകരമായ ഒരു നീക്കം നടത്തി. പക്ഷേ നിലത്തു വീണതും അവൻ ബോധരഹിതനായി. അത് കണ്ട് പരിഭ്രാന്തരായ ലാൻസും കെയും എന്തോ മോശമായത് സംഭവിച്ചു എന്ന് കരുതി അവിടെ നിന്ന് ഓടിപ്പോയി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ അലക്സിന് ബോധം തെളിഞ്ഞു. നേരിയ തലകറക്കമുണ്ടായെങ്കിലും അവന് സാരമായി പരിക്കൊന്നുമേറ്റിരുന്നില്ല. ആ വീഴ്ച അവനെ ഒട്ടും ബാധിക്കാത്തതുപോലെയായിരുന്നു കാണപ്പെട്ടത്. അതവനിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞ് അവൻ ദേഹത്തെ മണ്ണെല്ലാം തട്ടിക്കളഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ ആരംഭിച്ചു. മടങ്ങുന്ന വഴിയിൽ അവൻ അസാധാരണമായ ഒന്ന് കണ്ടു. ഒരു പാറയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഒരു വാൾ. കൗതുകം തോന്നിയതിനാലും ഓട്ടത്തിന്റെ പരിഭ്രമം മാറാത്തതിനാലും അവൻ ആയുധത്തിന്റെ അടുത്തെത്തിക്കൊണ്ട് അതിന്റെ പിടിയിൽ കൈകൾ ചുറ്റിപ്പിടിച്ചു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു പ്രയത്നവുമില്ലാതെ ആ വാൾ സുഗമമായി പുറത്തേക്കൂരി വന്നു. അതിന്റെ യഥാർത്ഥ പ്രാധാന്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ അവനത് തന്റെ കൂടെ എടുക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അവനത് ഫെലിക്സിനെ കാണിച്ചു. ഫെലിക്സ് അതിലെ ലാറ്റിൻ ലിഖിതം പരിശോധിക്കുകയായിരുന്നു ചെയ്തത്. അവന്റെ അന്വേഷണം അത്ഭുതകരമായ ഒരു കണ്ടെത്തലിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചത്. ദീർഘകാലമായി അലക്സിന്റെ കൂടെയില്ലാത്ത അവന്റെ പിതാവിന്റെ അതേ നാട്ടിൽ നിന്നാണ് ആ വാളുള്ളത്. അതറിഞ്ഞതും ആർതർ രാജാവിനെയും എക്സ്കാലിബർ എന്ന വാളിനെയും കുറിച്ചുള്ള കുട്ടിക്കാലത്തെ കഥകളുടെ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. എന്നാൽ തന്റെ കൈവശമുള്ള ഈ വാൾ ഒരു കൃത്രിമ നിർമ്മിതി അഥവാ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഒരു റെപ്ലിക്ക മാത്രമായിരിക്കും എന്ന ചിന്തയോടെയായിരുന്നു അലക്സ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഭാവിയെക്കുറിച്ചും വിധിയെക്കുറിച്ചുമുള്ള ചിന്തകളിലൊന്നും താല്പര്യമില്ലാതെ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് അവൻ ആ വാളെടുത്ത് തന്റെ അലമാരയിലേക്ക് എറിഞ്ഞു. തന്റെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുന്നു എന്ന കുട്ടി അറിഞ്ഞിരുന്നതേയില്ല. തൊട്ടടുത്ത ദിവസം സ്കൂളിൽ അപരിചിതനായ ഒരു പുതിയ വിദ്യാർത്ഥി എത്തി. മെർലിൻ എന്ന പേരുള്ള വിചിത്രനായ പുതിയൊരു വിദ്യാർത്ഥി. അവൻ മറ്റുള്ളവരെ പോലെ ഒരു കൗമാരക്കാരനായി തോന്നിയെങ്കിലും ആർക്കും നിഷേധിക്കാനാവാത്ത എന്തോ ഒരു വിചിത്രത അവനിലുണ്ടായിരുന്നു. അവന്റെ പെരുമാറ്റം, സംസാരം, അവന്റെ സാന്നിധ്യം പോലും അത്രമേൽ അസ്വാഭാവികമായി തോന്നി. അതിലും അസ്വസ്ഥതയുണ്ടാക്കിയതാകട്ടെ അലക്സിന് മേലുള്ള അവന്റെ പ്രത്യേക ശ്രദ്ധയായിരുന്നു. അലക്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ അത്രമേൽ തീവ്രതയോടെയായിരുന്നു ആ പയ്യൻ നോക്കിയിരുന്നത്. ഒടുവിൽ മെർലിൻ എന്ന ആ പയ്യൻ അലക്സിനെ സമീപിച്ച് ഒരു അപസൂചന നൽകി. കൃത്യം 4 ദിവസത്തിനുള്ളിൽ ഒരു സൂര്യഗ്രഹണം സംഭവിക്കും. അതോടൊപ്പം മോർഗാന എന്ന മന്ത്രവാദിനി ലോകത്തെ നശിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പാതാളത്തിൽ നിന്ന് ഉണർന്നു വരും. പക്ഷെ ആ പയ്യൻ എന്തോ വിഡ്ഢിത്തം പറയുന്നു എന്ന് കരുതി അതൊന്നും കേൾക്കാൻ അലക്സിനൊട്ടും ക്ഷമയുണ്ടായില്ല. മെർലിൻ എന്ന ആ പയ്യനെ ഭ്രാന്തനായ ഒരു വിചിത്ര ജീവിയെപ്പോലെ തള്ളിക്കളഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. ചക്രവാളത്തിനും അപ്പുറം ഒളിച്ചിരിക്കുന്ന ആപത്തിനെ കുറിച്ച് അവൻ തീർത്തും അഗ്നനായിരുന്നു. മെർലിന്റെ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞെങ്കിലും തന്നെ വിരിഞ്ഞു മുറുക്കിയ ആ ഭയാനകമായൊരു വികാരം അലക്സിന് മാറ്റാൻ കഴിഞ്ഞില്ല. മെർലിൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അതവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. തനിക്ക് കിട്ടിയ ആ വാൾ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് ഭയന്ന് അത് കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവയ്ക്കാൻ അലക്സ് ഉറച്ച തീരുമാനമെടുത്തു. എന്നാൽ അതവന് പ്രവർത്തിക്കാൻ കഴിയുന്നതിനു മുമ്പേ അവന്റെ കിടപ്പുമുറിയുടെ ജനലിന് പുറത്തുനിന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ശബ്ദം അവന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി. അവൻ ജാഗ്രതയോടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ മുന്നിലെ കാഴ്ച കണ്ട് അവന്റെ ഹൃദയം പടപടാ ഇടിച്ചു. മണ്ണിൽ നിന്ന് ഒരു ഭീകരജീവി ഉയർന്നു വരികയായിരുന്നു. അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ അവനിൽ ഉടക്കി നിന്നു. ആ ജീവി ഭയപ്പെടുത്തുന്ന വേഗതയിൽ അലക്സിന്റെ മുറിയിലേക്ക് നേരിട്ട് പാഞ്ഞെടുത്തു. കടുത്ത പരിഭ്രാന്തിയിൽ അവൻ വാളെടുത്ത് പോരാടാൻ തയ്യാറായി. ദൃഢനിശ്ചയത്തോടെ അവൻ പോരാടിയിട്ടും ആ ജീവി വളരെ ശക്തനാണെന്ന് തെളിയുകയായിരുന്നു. അതവനെ അനായാസം മടിച്ചു നിലത്തുറപ്പിച്ചു നിർത്തി. അന്തിമ പ്രഹരത്തിനായി അതിന്റെ ആയുധമുയർത്തി. എല്ലാ പ്രതീക്ഷകളും
കാഴ്ചകളും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ആ ജീവി പെട്ടെന്ന് വായുവിൽ അലിഞ്ഞു പോയി. യാതൊരു വിശദീകരണവും ഇല്ലാത്ത പോലെ അപ്രത്യക്ഷമായി. തമ്പിച്ചുപോയ അലക്സിന് എന്താ സംഭവിച്ചതെന്നും മനസ്സിലാക്കാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മെർലിൻ അവന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ അലക്സിനെ മരണത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് മെർലിൻ ശാന്തമായി വിശദീകരിച്ചു. സത്യം മനസ്സിലാക്കാൻ അടുത്ത ദിവസം അടുത്തുള്ള ഒരു ഭക്ഷണശാലയിൽ വന്ന് തന്നെ കാണാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴും സംശയമുണ്ടായിരുന്നെങ്കിലും തൊട്ടുമുമ്പ് തന്റെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങൾ അവഗണിക്കാൻ അലക്സിന് കഴിയില്ലായിരുന്നു. അടുത്ത ദിവസം അലക്സ് ഫെലിക്സിനെയും കൂട്ടി മെർലിൻ പറഞ്ഞ ആ ഡൈനറിലേക്ക് തിരിച്ചു. അവിടെ എത്തി അവർ കണ്ടത് അവരെ അത്ഭുതപ്പെടുത്തി. മെർലിൻ അവിടെ ഒരു ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. മറ്റുള്ളവരോടൊപ്പം ഇടകലർന്ന് ജീവിക്കുമ്പോഴും അവൻ വ്യക്തമായും അവരിരുവരും വരാൻ കാത്തിരിക്കുക കൂടിയായിരുന്നു. അവർ വന്നിരുന്നു കഴിഞ്ഞപ്പോ അവനും അവിടെ എത്തിയിരുന്നു. പിന്നാലെ തന്റെ യഥാർത്ഥ